റിയാലിറ്റി ഷോകളിലെ താരമല്ല നാദിർ അബ്ദുസലാം. അതുകൊണ്ട് തന്നെ മലയാളി അറിയപ്പെടാതെ പോയ പ്രതിഭകളിൽ ഒരാൾ. അതേസമയം അറബ് ലോകത്ത് നാദിർ പ്രിയങ്കരനാണ്. ലോകപ്രശസ്ത പോപ്പ് ഗായകൻ സമി യൂസഫുമായി വൻ തുകയുടെ കരാർ ഒപ്പുവെച്ച ആ മലയാളി താരത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ഖത്തറിലെ സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ പ്രിയങ്കരനായ പാട്ടുകാരനാണ് 14-കാരനായ നാദിർ അബ്ദുൽ സലാം. അറബി, ഇംഗ്ലീഷ് ഗാനങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് നാദിർ എന്ന കുറ്റ്യാടിക്കാരനെ ഏറെ ശ്രദ്ധേയനാക്കുന്നത്. ഔദ്യോഗികമായ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ അറബി ഗാനങ്ങൾ ആലപിക്കുന്നതിൽ നാദിർ വളരെ മുൻപന്തിയിലായിരുന്നു. 2ാമത്തെ വയസ്സിലാണ് എനിക്കിങ്ങനെ ഒരു പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് എൻ്റെ ഉപ്പയമ്മയ്ക്ക് തിരിച്ചറിഞ്ഞത്. പിന്നീട് ഇങ്ങനെ ഒരു 4ാമത്തെ വയസ്സായപ്പോൾ പിന്നെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളോടൊപ്പം സ്റ്റേജിലൊക്കെ പാടാൻ ഇങ്ങനെ ആദ്യമായിട്ടൊരു അവസരം കിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ കുറേ വേദികളിൽ ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോൾ പിന്നെ എനിക്കിങ്ങനെ തന്നെ ഈ സംഗീതത്തോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി. പിന്നെ അങ്ങനെയാണ് ഇതിലേക്ക് ആദ്യം ഇങ്ങനെ കടന്നു വരുന്നത്. ഉച്ചാരണത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഭാഷയായ അറബിയിൽ നാദിറിന്റെ ഉച്ചാരണ ശുദ്ധിയോടെയുള്ള ഗാനാലാപനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. അറബി ഭാഷയിൽ തന്നെ പല പ്രദേശങ്ങളിലും ഉച്ചാരണം വ്യത്യസ്തമാണ്. ഖലീജി, അൽജീരിയ, ഈജിപ്ത്, ലബനീസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ അറബി ഉച്ചാരണവും നാദിറിന് വഴങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഖത്തർ മ്യൂസിക് അക്കാദമിയിൽ പഠിക്കുമ്പോഴാണ് നാദിർ സമി യൂസുഫിന്റെ ഗാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. 2012 ദോഹയിൽ സമി യൂസുഫ് നടത്തിയ സംഗീത പരിപാടിക്കിടയിലാണ് നാദിറിന്റെ ഗാനാലാപനത്തെപ്പറ്റി സമി യൂസുഫ് കേൾക്കുന്നതും. തുടർന്ന് കഴിഞ്ഞ വർഷം സമി യൂസുഫിന്റെ അൻഡാൻഡെ മ്യൂസിക്സുമായി ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു. സമി യൂസുഫിന്റെ അടുത്ത ആൽബത്തിൽ 10 ഗാനങ്ങളാണ് നാദിറിന്റെ ശബ്ദത്തിലൂടെ പുറത്തു വരാനിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്തൊരു ന്യൂസാണ് കേട്ടത്. ശരിക്കും ഇങ്ങനെ സമി യൂസുഫിൻ്റെ അൻഡാൻഡെ റെക്കോർഡ്സ് എന്നുള്ള മ്യൂസിക് കമ്പനിയിലേക്ക് എന്നെ എടുത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഗായകൻ, പിന്നെ ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗായകനായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു മാർഗത്തിലൂടെ ഇങ്ങനത്തെ ഒരു പാത്തായിരുന്നു ഇഷ്ടം. കാരണം വാല്യൂ ബേസ്ഡ് ആയിട്ട് പിന്നെ കുറേ മെസ്സേജ് പാസ് ചെയ്യുന്ന പോലത്തിലുള്ള ഒരു രൂപത്തിലുള്ളൊരു പാട്ടുകളും മറ്റൊക്കെ പാടാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നാദിറിന് 1.5 വയസ്സുള്ളപ്പോൾ തന്നെ പാടാനുള്ള കഴിവ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് പിതാവ് അബ്ദുസലാം പറയുന്നു. 2 വയസ്സായപ്പോൾ നന്നായി പാടാൻ തുടങ്ങി. 3 വയസ്സുള്ളപ്പോഴാണ് നാദിർ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അറബിക്, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഈ 15-കാരൻ പാടുന്നു. 2006 ഖത്തറിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന വേദിയിൽ പാടാനുള്ള അവസരം ലഭിച്ചതാണ് നാദിറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത്. നാദിറിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഖത്തർ മ്യൂസിക് അക്കാദമി അധികൃതർ സൗജന്യമായി നാദിറിന് അക്കാദമിയിൽ പ്രവേശനവും നൽകി. നിലവിൽ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളിൽ +1 പഠിക്കുന്ന നാദിർ മ്യൂസിക് അക്കാദമിയിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഖത്തറിലെ പ്രധാന പരിപാടികളിലെല്ലാം നാദിറിന്റെ ഗാനാലാപനം ഒഴിച്ചുകൂടാനാവാത്ത പരിപാടിയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖത്തറിലെത്തിയ നാദിർ അബ്ദുൽ സലാം എന്ന ഈ കൊച്ചു ഗായകൻ പ്രവാസി മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്നതിൽ സംശയമില്ല. 15 വയസ്സിനുള്ളിൽ തന്നെ 800ഓളം വേദികളിൽ പാടാൻ സാധിച്ചു എന്നത് തന്നെ നാദിറിന്റെ കഴിവിന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. For difference and change, for colors and shades, 'cause you made it this way. وهبتنا النبراس بحب كل الناس, أخذك لنا إحساس أنت هادينا.